ചേഞ്ച് എന്ന് പറയുമ്പോൾ ആരും പേടിക്കൊന്നും വേണ്ട. എപ്പോഴും ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് പൊതുവെ അതിപ്പം ഇസ്ലാമികമായിട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് തന്നെ ചേഞ്ച് എന്ന് പറയുന്നതിന് ആൾക്കാർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കംഫർട്ട് സോൺ ആണ് എല്ലാവർക്കും ഇഷ്ടം. കംഫർട്ട് സോണിൽ ഒരിക്കലും നമുക്ക് വളർച്ച ഉണ്ടാവില്ല, മാറ്റം ഉണ്ടാവില്ല, പുരോഗതി ഉണ്ടാവില്ല. ചേഞ്ച് ഭയങ്കര പ്രയാസമാണ്. പക്ഷെ ചേഞ്ചിലൂടെയും നമുക്ക് പുരോഗമിക്കാൻ പറ്റുള്ളൂ ഇൻഷാ അല്ലാഹ്. നമ്മളിവിടെ ഓരോന്നും പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോഴൊക്കെയും പ്രശ്നമായിരുന്നു. അതുപോലെ ഇതിനും പ്രശ്നം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാലും ഞാൻ ആ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെക്കാം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ പറയാനുള്ള അവസരം എന്തായാലും ഗ്രൂപ്പിൽ ഞാൻ തരാം ഇൻഷാ അല്ലാഹ്. ചേഞ്ച് കൊണ്ടുവരുമ്പോൾ ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാണ്, ഇൻഷാ അല്ലാഹ് പഴയ രീതിയിൽ തുടരേണ്ടവർക്ക് തുടരാനുള്ള ഒരു ഓപ്ഷൻ നമ്മളിവിടെ വെക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് ആരും ബേജാറാവണ്ട. നിങ്ങളൊന്ന് കേട്ട് നോക്ക്. ഓക്കെ ആണെങ്കിൽ നമുക്ക് അതിന്റെ കൂടെ പോവാം. ഓക്കെ അല്ലാത്തവർക്ക് പഴയ സ്റ്റൈലിൽ പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ടാണ് ഞാൻ പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഒന്ന് ശ്രദ്ധിക്കും. അപ്പം നമ്മളെ സിസ്റ്റം എങ്ങനെയാണ് വരാൻ പോണെന്ന് വെച്ചാൽ, നമ്മളെപ്പോഴും 2 വീക്സ് ആണല്ലോ നമ്മളെ ടൈം ലൈൻ അല്ലെ. 2 ആഴ്ച കൊണ്ടാണ് നമ്മൾ ഒരു സെറ്റ് ക്ലാസ് തീർക്കുന്നത്. അപ്പം നമുക്കറിയാം അവരുടെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്, അവർ 10 ആയത്തുകൾ അല്ലെ, സ്വഹാബകളുടെ സ്റ്റൈൽ 10 ആയത്ത് പഠിക്കും, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കും, പഠിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടേ മുന്നോട്ട് പോകാറുണ്ടായിരുന്നുള്ളൂ. അത്രയ്ക്ക് നമ്മൾ അങ്ങോട്ട് പോകണില്ലെങ്കിലും അതിന്റെ ചെറിയൊരു വേർഷൻ നമുക്ക് ആദ്യം കുറച്ച് ആയത്തുകൾ വെച്ച് ട്രൈ ചെയ്യാം. എന്നിട്ട് കുറച്ച് മെല്ലെ മെല്ലെ നമുക്ക് അങ്ങനെ കൂട്ടിക്കൊണ്ടുവരാം ഇൻഷാ അല്ലാഹ്. അപ്പം ഇപ്പൊ ഒരു ഫസ്റ്റ് വീക്ക് നമ്മൾ തിങ്കൾ ചൊവ്വ ഒരാഴ്ചയിൽ, ഇത് ഞാൻ ജസ്റ്റ് പ്രപ്പോസലാണ്, ചൊവ്വാഴ്ച നമ്മൾ ഈ ഒരു റിക്വസ്റ്റ് മുമ്പും വന്നിട്ടുണ്ട്. നമ്മളുടെ ക്ലാസ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് അർത്ഥം വേറെ, തഫ്സീർ വേറെ, തദബ്ബുർ വേറെ ആക്കാൻ പറ്റുമെന്ന്. അപ്പൊ നമ്മൾ ആ ഒരു ഇതിലേക്ക് ഇപ്പൊ കൊണ്ടുവരികയാണ്. കാരണം ഓരോന്നിനും അതിൻ്റെതായ പ്രാധാന്യം കൊടുത്ത് നമ്മളുടെ ഉള്ളിലേക്കൊന്ന് ഇറക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആദ്യം ഇൻഷാ അല്ലാഹ് ചൊവ്വാഴ്ച ഉദ്ദേശിക്കുന്നത് നമ്മുടെ വേർഡ് അനാലിസിസ്, അതായത് വാക്കർത്ഥങ്ങളും റൂട്ട് വേർഡ്സും. ഓക്കെ, അത് മാത്രമായിട്ട് ചൊവ്വാഴ്ച ഒരു സെഷൻ ഉണ്ടാവും. അത് ഈ 2 ആഴ്ചയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും ആയത്തുകളുടെ വാക്കർത്ഥങ്ങളും റൂട്ട് വേർഡ്സും. അതിന്റെ കൂടെ നമ്മൾ ഫ്ലാഷ് കാർഡ് പബ്ലിഷ് ചെയ്യണം. അത് നമ്മുടെ വെബ്സൈറ്റിലായിരിക്കും. ഇതൊന്നും കേട്ട് ആരും പേടിക്കേണ്ട. ഇനി ഒരാഴ്ചത്തെ സമയം ഉണ്ടല്ലോ, അതിനുള്ളിൽ നമ്മൾ ഇതിന്റെയൊക്കെ സ്ക്രീൻ റെക്കോർഡിംഗ് ഒക്കെ ഷെയർ ചെയ്യും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഫ്ലാഷ് കാർഡ് പബ്ലിഷ് ചെയ്യും. ഫ്ലാഷ് കാർഡ് എന്തിനാന്ന് വെച്ചാൽ, താല്പര്യമുള്ളവർക്ക് അത് ഉപയോഗിച്ചിട്ട്, അതായത് ഫ്ലാഷ് കാർഡ് എന്ന് വെച്ചാൽ ഒരു കാർഡിന്റെ ഒരു സൈഡിൽ അറബി വാക്ക് വരും, മറ്റേ സൈഡിൽ അതിന്റെ മലയാളം വേണ്ടവർക്ക് മലയാളം, ഇംഗ്ലീഷ് വേണ്ടവർക്ക് ഇംഗ്ലീഷ്, റൂട്ട് ലെറ്റേഴ്സ് അങ്ങനെ. അപ്പൊ നമ്മൾ വാക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് നമ്മളെ മനസ്സിൽ വരും. അപ്പൊ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ മറ്റേ സൈഡിൽ നിന്നുള്ള മീനിങ് ഇതും വരും. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഓരോ വാക്കുകളും ഒരു മിനിമം 7 പ്രാവശ്യം ഉരുവിട്ട് പഠിക്കണം. അതായത് നിങ്ങൾ കുറെ ആൾക്കാർ അർത്ഥം അറിയുന്നവരുണ്ടാവും, അവർക്ക് 7 പ്രാവശ്യം ഒന്നും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലാത്തവർക്കാണ് അത്. നിങ്ങൾ ബേസിക്കലി പഠിച്ചിരിക്കണം ആ വാക്കുകളുമായിട്ട് നിങ്ങൾക്ക് ഒരു ബന്ധം ഉണ്ടായിരിക്കണം. ഏറ്റവും ചുരുങ്ങിയത് മീനിങ്ങും റൂട്ട് ലെറ്റേഴ്സും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത്രയുമാണ് ചൊവ്വാഴ്ച ഉദ്ദേശിക്കുന്നത്. അതായത് ചൊവ്വാഴ്ച തന്നെ അത് ചെയ്യണം എന്നല്ല, ചൊവ്വാഴ്ച നമ്മൾ വേർഡ് അനാലിസിസ് ചെയ്യും. അതായത് വാക്കർത്ഥങ്ങളും റൂട്ട് ലെറ്റേഴ്സും ക്ലാസ്സിൽ പറയും. അതിന്റെ കൂടെ നമ്മൾ വെബ്സൈറ്റിൽ ഫ്ലാഷ് കാർഡ് പബ്ലിഷ് ചെയ്യും. ഫ്ലാഷ് കാർഡ് വേണ്ടിയവർക്ക് ഉപയോഗിക്കാം, അല്ലാത്തവർക്ക് സ്വന്തമായിട്ട് നമ്മൾ ക്ലാസ്സിൽ ഷെയർ ചെയ്യുന്ന PDF ഉണ്ടാവില്ല, ആ PDF വെച്ചിട്ട് നിങ്ങൾ അത് പഠിക്കുക. ആ വാക്കുകളുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടാക്കിയെടുക്കുക. ബുധനാഴ്ച തഫ്സീർ ഓൺലി. നമ്മൾ ഇതുവരെ തഫ്സീറും തദബ്ബുറും മിക്സ് ചെയ്തിട്ടാണ്. ഇനി നമ്മൾ തഫ്സീർ സെപ്പറേറ്റ് ചെയ്യാൻ പോകണം. എനിക്ക് കുറച്ച് പണിയാണ് മുമ്പത്തേതിനേക്കാളും ഇൻഷാ അല്ലാഹ്. പക്ഷെ അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടാവും, നമുക്ക് ശ്രമിച്ചു നോക്കാം. അപ്പം ബുധനാഴ്ച തഫ്സീർ മാത്രം, അത്രയും ആയത്തുകളുടെ. ഓക്കെ, അപ്പം ഇതൊക്കെ നമ്മൾ റെക്കോർഡിംഗ് അപ്ലോഡ് ചെയ്യും. സെപ്പറേറ്റ് ആയിട്ടാണെങ്കിലും എല്ലാത്തിൻ്റെ റെക്കോർഡിംഗ് ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. ഇനി നമ്മുടെ ഷാനിബ ഇൻഷാ അല്ലാഹ്, ഷാനിബ കണ്ടിന്യൂ ചെയ്യുന്ന വിചാരിക്കുന്നത് നോട്ട്സ് എഴുതുന്നത്. ഷാനിബ തഫ്സീറിന്റെ നോട്ട്സ് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, വേർഡ് അനാലിസിസ് ഓൾറെഡി നമ്മൾ പ്രസന്റേഷൻ ഷെയർ ചെയ്യുന്നുണ്ട്, ഫ്ലാഷ് കാർഡ് ഷെയർ ചെയ്യുന്നുണ്ട്. വീണ്ടും ഷാനിബക്ക് അതൊരു എക്സ്ട്രാ എഫേർട്ട് വേണ്ട. ഷാനിബക്ക് എഴുതണമെങ്കിൽ എഴുതാം കേട്ടോ, കുഴപ്പമില്ല. ഷാനിബ ഇവിടെ ഉണ്ടോ? ഇൻഷാ അല്ലാഹ്. അപ്പം ഷാനിബ തഫ്സീറിന്റെ നോട്ട് മാത്രമേ എഴുതുന്നുണ്ടാവുള്ളൂ. തദബ്ബുർ ഇനി ഷാനിബ എഴുതുന്നില്ല ഇൻഷാ അല്ലാഹ്. ഓക്കെ, ഇനി ഈ 2 സെഷൻ മാത്രമാണ് നമുക്ക് എക്സാമിന് ഉണ്ടാവുക. വേർഡ് അനാലിസിസും തഫ്സീറും തദബ്ബുറും നമുക്ക് എക്സാമിന് ഉണ്ടാവില്ല. എക്സാം കുറച്ചും കൂടെ എളുപ്പമായി മാറും. ഓക്കെ, ഇത് രണ്ടും മാത്രമായിരിക്കും നമുക്ക് എക്സാം എപ്പോഴാണ് എന്താണെന്നുള്ളത് ഞാൻ പറയാം. ഇത്രയും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചൊവ്വാഴ്ച വേർഡ് അനാലിസിസ്, ബുധനാഴ്ച തഫ്സീർ. വേർഡ് അനാലിസിസിന്റെ കൂടെ ഫ്ലാഷ് കാർഡ്സ് തരും, വേണ്ടവർക്ക് ഉപയോഗിക്കാം, അല്ലാത്തവർ അത് 7 പ്രാവശ്യം ഉരുവിട്ട് പഠിക്കാം. ബുധനാഴ്ച തഫ്സീറിന്റെ നോട്ട്സ് ഷാനിബ ബുധൻ തന്നെ ഷെയർ ചെയ്യില്ല, മൂപ്പര് സൗകര്യം പോലെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. അപ്പൊ ഇത് രണ്ടും വെച്ചിട്ടാണ് എക്സാം ഉണ്ടാവുക. വ്യാഴാഴ്ച നമ്മൾ വെബ്സൈറ്റിൽ നമ്മൾ ഈ ഇത്രയും ആയത്തുകളുടെ റെസൈറ്റേഷൻ, അതായത് ഖിറാഅത്ത് അപ്ലോഡ് ചെയ്യും. ഒരൊറ്റ കാരീന്റെ ഖിറാഅത്താണ് അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടംപോലെ ടൂളുകളുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാരീന്റെ ഖിറാഅത്ത് കേൾക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ 25 ഓരോ ആയത്തുകളും 25 പ്രാവശ്യം എന്നുള്ള രീതിയിലാണ് അപ്ലോഡ് ചെയ്യുക. നിങ്ങൾക്ക് 50, 25, അതായത് മിനിമം 25 പ്രാവശ്യമെങ്കിലും നിങ്ങൾ അടുത്ത ഇതിനുള്ളിൽ, അതായത് പറയാം, അടുത്ത മൈൽ സ്റ്റോൺ എന്താണെന്ന് പറയാം, അതിനുള്ളിൽ നിങ്ങൾ കേട്ടിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം വേർഡ് അനാലിസിസ് ഉണ്ട്,
അർത്ഥം അറിയാം നിങ്ങൾക്ക് അല്ലെ, തഫ്സീർ അറിയാം. ഇത് വ്യാഴാഴ്ച തന്നെ ചെയ്യണം എന്നില്ല കേട്ടോ, ഇതിന് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ മുഴുവൻ ഇതിനുള്ളതാണ്. അപ്പം നിങ്ങൾ 25 പ്രാവശ്യമെങ്കിലും ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട്, അതായത് നിങ്ങൾക്ക് അറിയുന്ന വാക്കർത്ഥവും തഫ്സീറും വെച്ചിട്ട് ഈ ആയത്തുകളെ ശ്രദ്ധിച്ച് കേൾക്കാൻ പഠിക്കണം. അപ്പൊ നാച്ചുറലി നിങ്ങൾക്ക് എന്ത് വരും? തദബ്ബുർ വരും. വെള്ളിയാഴ്ച നമ്മൾ തദബ്ബുറിന് വേണ്ടിയിട്ട് ഒരു ലിങ്ക് പോസ്റ്റ് ചെയ്യും. ഇതുവരെയുള്ള പോലെ അല്ല തദബ്ബുർ, നമ്മൾ തദബ്ബുറിന് വേറെ തന്നെ ഒരു ലിങ്ക് പോസ്റ്റ് ചെയ്യാണ്. അവിടെ എല്ലാവർക്കും എഴുതണമെങ്കിൽ എഴുതാം, ഓഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഓഡിയോ അപ്ലോഡ് ചെയ്യാം. ഇനി നിങ്ങളുടെ ബുക്കിൽ എഴുതിയിട്ട് ഫോട്ടോ ആക്കി അപ്ലോഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇൻഷാ അല്ലാ. പേര് പറയണമെങ്കിൽ പേര് പറയാം, പേര് പറയണ്ടെങ്കിൽ പേര് പറയണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അതെങ്ങനെയാ ചെയ്യാന്നൊക്കെ പറഞ്ഞുതരാം ഇൻഷാ അല്ലാ. ഓക്കെ, അപ്പം വ്യാഴം റെസിറ്റേഷൻ അപ്ലോഡ്, ഖിറാത്ത് അപ്ലോഡ് ചെയ്യും. ഖിറാത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ ആ ഖിറാത്ത് തന്നെ കേൾക്കണം എന്നില്ല, നിങ്ങൾ വേറെ ഏത് ഖിറാത്ത് കേട്ടാലും 25 പ്രാവശ്യം മിനിമം കേൾക്കണം എന്നുണ്ട്. ഇതൊക്കെ പുതിയ സിസ്റ്റം താല്പര്യമുള്ളവർക്കാണ്. പഴയ സിസ്റ്റം ഉള്ളവർക്ക് ഇതൊന്നും വേണ്ട, നിങ്ങൾ വേർഡ് അനാലിസിസും കേട്ട് തഫ്സീറും കേട്ട് നിങ്ങൾ അങ്ങ് എക്സാം എഴുതിക്കോ, ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ പുതിയ സിസ്റ്റത്തിലേക്ക് വരുന്നവർക്ക് 25 പ്രാവശ്യമെങ്കിലും മിനിമം ഖിറാത്ത് കേൾക്കണം. പക്ഷെ ഖിറാത്ത് കേൾക്കുന്നതിന്റെ മുമ്പ് നിങ്ങൾ വേർഡ് അനാലിസിസും തഫ്സീറും കഴിഞ്ഞിരിക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് ആ ഖിറാത്തിനെ ശ്രദ്ധിക്കാനും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനും സ്വന്തമായിട്ട് തദബ്ബുർ ചെയ്യാനും പറ്റുള്ളൂ. ടീച്ചർ തദബ്ബുർ ചെയ്തിട്ടില്ല കേട്ടോ ഇതുവരെ. അപ്പൊ ടീച്ചർ തദബ്ബുർ ചെയ്യുന്നതിന് മുമ്പ് തദബ്ബുർ ചെയ്യാൻ നിങ്ങൾക്ക് ഇത്രയും ദിവസങ്ങളുണ്ട്. ഈ ദിവസത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു ദിവസം അല്ലെ നിങ്ങൾക്ക് ഖിറാത്ത് കേട്ട് തദബ്ബുർ ചെയ്യാലോ. ഇൻഷാ അല്ലാ ചെയ്യണം, ചെയ്യുന്നതാണ് ബെസ്റ്റ് ഇൻഷാ അല്ലാ. ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാതെ അതിനെ കുറിച്ച് നമുക്ക് പിന്നെ പറയട്ടെ ഇൻഷാ അല്ലാ. ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. അപ്പൊ ഇത്രയും ദിവസത്തിനുള്ള, അതായത് ബുധൻ കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രീ ആണ്. വ്യാഴം, വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ഇത്രയും ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഇത്രയും പ്രാവശ്യം, ഏറ്റവും ചുരുങ്ങിയത് 25 പ്രാവശ്യം ഖിറാത്ത് കേട്ടിട്ട് നിങ്ങൾ ആ കുറച്ചായത്തല്ലേ ഉള്ളൂ, 5 ആയത്തൊക്കെ തുടക്കത്തിൽ എന്തായാലും ഉണ്ടാവുള്ളൂ, അത്രയും കേട്ട് നിങ്ങൾ തദബ്ബുർ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങളുടെ പേഴ്സണലൈസ്ഡ് തദബ്ബുർ, അതായത് ടീച്ചർ പറഞ്ഞിട്ടില്ലാത്ത. ഇനിയിപ്പോ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ വേറെ ഉസ്താദുമാരെ ക്ലാസ് ഒക്കെ കേട്ടിട്ട് തദബ്ബുർ ചെയ്യാനാണെങ്കിൽ ചെയ്യാം, പക്ഷെ നിങ്ങൾക്ക് നഷ്ടമാണ്. ഓക്കെ, അപ്പൊ സ്വന്തം തദബ്ബുറാ നമുക്ക് വേണ്ടത്. അതിപ്പോ ഞാൻ പറഞ്ഞത് തെറ്റായി പോവോ? കുഴപ്പമില്ല, നിങ്ങൾ അതിന്റെ ഫിഖി വശവും അതിന്റെ എന്താണ് തഫ്സീർ കാര്യങ്ങളൊന്നും പറയണ്ട. നിങ്ങളുടെ ചിന്തകളാണ് തദബ്ബുർ എന്ന് പറയുന്നത്, നിങ്ങളുടെ ജീവിതവുമായിട്ടുള്ള കണക്ഷനാണ്. അതുകൊണ്ട് അതിനകത്ത് ഒരു തെറ്റെന്ന് പറയാനൊന്നും ഇല്ല. മാത്രമല്ല, നിങ്ങൾ ഈ റിഫ്ലക്ഷൻ അപ്ലോഡ് ചെയ്താലും ഞങ്ങൾ ആരെങ്കിലും ഒരാൾ വായിച്ചിട്ടോ കേട്ടിട്ടോ ഒക്കെ അതിനെ നമ്മൾ റിലീസ് ചെയ്യുള്ളൂ. അതുകൊണ്ട് ആരും പേടിക്കേണ്ട. അത്രയും മോശപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ അതിനെ ഒഴിവാക്കും, ബാക്കിയുള്ളത് നമ്മൾ പബ്ലിഷ് ചെയ്യും ഇൻഷാ അല്ലാ. ഓക്കെ, അപ്പൊ സ്വന്തമായിട്ട് തദബ്ബുർ ചെയ്ത് ശീലിക്കണം, ശീലിച്ചേ മതിയാവൂ. നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകണ്ടേ? എപ്പോഴും ഇതേപോലെ ഇരുന്നാൽ മതിയോ? പോരല്ലോ അല്ലെ? ഇൻഷാ അല്ലാ. അതിനുശേഷം ബുധനാഴ്ച, അടുത്ത ആഴ്ചത്തെ ബുധനാഴ്ച എന്റെ തദബ്ബുർ ഉണ്ടാവും ഇൻഷാ അല്ലാ. എന്റെ തദബ്ബുർ എന്ന് പറഞ്ഞാൽ മൊത്തം എന്റെ ഒന്നും അല്ല, ഞാൻ എന്റെ ടീച്ചർ പറയുന്നത് കേട്ടിട്ടും ബാക്കി കുറച്ച് എന്റെയും, അത്രയേ ഉള്ളൂ എന്റെ തദബ്ബുർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അടുത്ത ബുധനാഴ്ച ഞാൻ, അതിന്റെ മുമ്പ് നിങ്ങളുടെ ഈ റിഫ്ലക്ഷൻസ് ചെയ്തിരിക്കണം. റിഫ്ലക്ഷൻ ലോക്ക് ചെയ്യും നമ്മൾ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഇത്രയും ദിവസം നിങ്ങൾക്ക് ഉണ്ട്, വ്യാഴം, വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ഓൾമോസ്റ്റ് 6 ഡേയ്സ് ഉണ്ട്. ആ 5 ആയത്തോ 6 ആയത്തോ എത്ര ആയത്താന്ന് വെച്ചാൽ തദബ്ബുർ ചെയ്യണം. അപ്പൊ എല്ലാവരും ശ്രമിക്കുക, മോശമായിക്കോട്ടെ കുഴപ്പമില്ല, നമ്മൾ ശ്രമിച്ചിട്ടില്ലെങ്കിൽ ഒന്നും നടക്കൂല, ശ്രമിച്ചാൽ നടക്കുകയും ചെയ്യും. അതിനുള്ള ഉദാഹരണമാണ് നമ്മളിപ്പോ ഇവിടെ കണ്ടത് അല്ലെ, അൽഹംദുലില്ലാ. അപ്പം ഈ തദബ്ബുർ കഴിയുന്നതും ബുധനാഴ്ച തീർക്കും. ഇനി അഥവാ തീർന്നിട്ടില്ലെങ്കിൽ വ്യാഴാഴ്ചയും കൂടെ ഒരു സെഷൻ വെക്കും. കാരണം ഇത്രയും ആയത്തുകൾ ഒന്നിച്ചൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് കുറച്ച് അധികമൊക്കെ പറയാനുണ്ടെങ്കിൽ, വളരെ റെയറായിട്ട് ആവശ്യം ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കുന്നു, ആവശ്യം ഉണ്ടെങ്കിൽ തദബ്ബുർ വ്യാഴാഴ്ചത്തേക്ക് വെക്കും. അപ്പൊ ഈ തദബ്ബുർ ഒരിക്കലും ആർക്കും ഒരു ബേർഡൻ ആവില്ല. കാരണം എപ്പോഴും നമ്മളെ ക്ലാസ്സുകളെ കുറിച്ച് വലിയൊരു പരാതിയാണ് ക്ലാസ്സുകളുടെ ലെങ്ത് അല്ലെ, സുബ്ഹാനല്ലാഹ്. അപ്പം എല്ലാവർക്കും ഇത് താല്പര്യം ഇല്ലാത്തവരാണ് ഈ ലെങ്തിനെ കുറിച്ച് പറയുന്നത്, തദബ്ബുർ താല്പര്യമില്ലാത്തവർ. അപ്പൊ സ്വന്തമായിട്ട് തദബ്ബുർ ചെയ്യാം, വേർഡ് അനാലിസിസും തഫ്സീറും യൂസ് ചെയ്യാം. എന്നാലും തദബ്ബുർ അവിടെ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. നമ്മൾ ചെയ്യും, ക്ലാസ് ലൈവായിട്ട് തന്നെ ചെയ്യും, റെക്കോർഡിംഗ് ഇടും. വേർഡ് അനാലിസിസിന്റെയും തഫ്സീറിന്റെയും തദബ്ബുറിന്റെയും റിസൈറ്റേഷനും റിഫ്ലക്ഷനും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും വെബ്സൈറ്റിൽ. ഇതൊക്കെ എങ്ങനെ എടുക്കും അന്നാലോചിച്ച് ആരും ബേജാറാവുണ്ട്, ഒക്കെ സിമ്പിൾ ആണ്. തുടക്കത്തിൽ എന്താ ഏതാന്നൊക്കെ ഒരു ചിന്ത ഉണ്ടെങ്കിലും പിന്നെ അതങ്ങോട്ട് സെറ്റ് ആയിക്കോളും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇത്രയും എല്ലാവർക്കും മനസ്സിലായോ കാര്യങ്ങൾ? മനസ്സിലായില്ലെങ്കിൽ നമുക്ക് അവസാനം ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഇനി വെള്ളി, ശനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് തദബ്ബുർ കേൾക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. എക്സാം വരുന്നുണ്ട്, ഞായറാഴ്ച എക്സാം ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. ടെസ്റ്റ് നമുക്ക് ന്യൂ മോഡൽ ഉണ്ടാവും, ഓൾഡ് മോഡൽ, രണ്ടും ഒരേ ഫോം തന്നെ ആയിരിക്കും. അതിൽ തന്നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന പോലെ ആയിരിക്കും. ഇനി എങ്ങനെയാണ് ഈ ന്യൂ മോഡും ഓൾഡ് മോഡും എക്സാം എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം അടുത്ത സ്ലൈഡിൽ ഇൻഷാ അല്ലാഹ്. ഓൾഡ് മോഡില്
ടെസ്റ്റ് സിലബസിന് ഒരു ചെറിയ മാറ്റമുള്ളത്, തദബ്ബുർ ഉണ്ടാവില്ല ടെസ്റ്റിന്, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അതായത് ആദ്യത്തെ 2 ചൊവ്വാഴ്ചത്തെ ബുധനാഴ്ചത്തെ ക്ലാസ് വേർഡ് അനാലിസിസും തഫ്സീറും മാത്രമേ ടെസ്റ്റിന് ഉണ്ടാവുള്ളൂ. അപ്പം അതാണ്. പിന്നെ ടെസ്റ്റ് ഫോർമാറ്റിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, നമുക്കൊരു സെക്കൻഡ് സെക്ഷൻ ഉണ്ടായിരുന്നു, തദബ്ബുർ സെക്ഷൻ അല്ലെ, ടീച്ചർ തദബ്ബുർ. അതിനകത്ത് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഭയങ്കര മടിയാ പറയാൻ. വളരെ കുറച്ച് ആൾക്കാർ അതിനകത്ത് എന്തെങ്കിലും പറയുള്ളൂ. ഇനിയിപ്പോ ആ പരിപാടി ഇല്ല. നിങ്ങൾ കുറച്ച് ഒറ്റയ്ക്ക് തദബ്ബുർ ചെയ്ത് പഠിക്കും ഇൻഷാ അല്ലാഹ്. നമുക്ക് ഓരോരുത്തർക്കും ആ ഒരു അവസ്ഥയിലേക്ക് ഉയരണം അല്ലെ. അപ്പം തദബ്ബുർ സെക്ഷൻ ടെസ്റ്റ് ഫോർമാറ്റിൽ ഉണ്ടാവില്ല. ഇനി പുതിയ മോഡ് എന്താന്ന് വെച്ചാൽ, പഴയ മോഡ് ആരും മനസ്സിലായല്ലോ അല്ലെ. നിങ്ങൾക്ക് പുതിയതൊന്നും വേണ്ട, എനിക്ക് റൂട്ട് ലെറ്റേഴ്സും വാക്കുകളും 7 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാൻ പറ്റൂല, ഫ്ലാഷ് കാർഡ് പഠിക്കാൻ പറ്റൂല, 25 പ്രാവശ്യം കേൾക്കാൻ പറ്റൂല, തദബ്ബുർ ചെയ്യാൻ പറ്റൂല എന്നൊക്കെ ഉള്ള ചിന്തയുള്ള ആൾക്കാർ ഒന്നും വേണ്ട. നിങ്ങൾ ചൊവ്വാഴ്ചത്തെയും ബുധനാഴ്ചത്തെയും ക്ലാസ് മാത്രം കേൾക്കുക, പിറ്റത്തെ ഞായറാഴ്ച വരുന്ന എക്സാം എഴുതുക. എക്സാമിൽ തദബ്ബുർ ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമാണ് പഴയതിനേക്കാളും. ഇനി പുതിയ ഫോർമാറ്റിലേക്ക് വരുമ്പോൾ സെയിം ചേഞ്ചസ് അവിടെ ഉണ്ട്. തദബ്ബുർ എക്സാമിന് ഉണ്ടാവില്ല. ടെസ്റ്റ് ഫോർമാറ്റിൽ തദബ്ബുർ സെക്ഷനേ ഇല്ല. പക്ഷെ പുതിയൊരു സെക്ഷൻ അവിടെ ഉണ്ടാവും. തദബ്ബുർ സെക്ഷന് പകരം പുതിയൊരു സെക്ഷൻ ഉണ്ടാവും. ആ സെക്ഷനിൽ നമ്മൾ 3 എക്സ്ട്രാ ചോദ്യങ്ങൾ വെക്കുകയാണ്. ഒന്ന് നമ്മളുടെ മുഹാസബ ക്വസ്റ്റ്യൻ. അതായത് മുഹാസബ വേറെ തന്നെ ഫോം ആക്കി ചെയ്യുന്നത് കുറെ ആളുകൾക്ക് ഭയങ്കര പ്രയാസമായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, മുഹാസബ ഫോം വേണ്ടാത്ത ആൾക്കാരും ഉണ്ടായിരുന്നു. ഈവൻ എനിക്ക് അങ്ങനെ പേഴ്സണൽ മെസ്സേജസ് കിട്ടിയിട്ടുണ്ട്, അതിന്റെ ആവശ്യമില്ല എന്നും അത് പറ്റൂല എന്നും പല രീതിയിൽ. ഓക്കെ, അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് ഈ ഓൾഡ് മോഡ് ഇതാക്കാം. അവർക്ക് ഈ ക്വസ്റ്റ്യൻ കിട്ടുന്നില്ല. അപ്പൊ മുഹാസബ ഫോമിന്, മുഹാസബ എന്ന് പറയുന്ന ചോദ്യത്തിന് 3 മാർക്ക് ഉണ്ടാവും. ഈ 3 മാർക്ക് നമ്മളെ ആ കാറ്റഗറി ഉണ്ടല്ലോ, മുഹാസബ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, നമ്മൾ അള്ളാഹു ആയിട്ടുള്ളത്, നമ്മൾ മറ്റുള്ളവരുമായിട്ടുള്ളത്, നമ്മളോട് തന്നെയുള്ളത്, ഓരോന്നിനും ഓരോ മാർക്ക് വെച്ചിട്ടാണ്. അപ്പം ആ സെറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യും. നിങ്ങൾ ഓരോരുത്തരും ഓരോ 2 ആഴ്ചയിലേക്കും നിങ്ങളുടേതായ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക. എന്താണ് എനിക്ക് മാറാൻ വേണ്ടതെന്നുള്ളത് 2 ആഴ്ച പ്രാക്ടീസ് ചെയ്യുക. ഓരോന്നിനെയും ഒരു മാർക്കിൽ നിങ്ങൾക്ക് 1, 1/2 ആ ഒരു ലെവലിൽ നിങ്ങൾക്ക് മാർക്ക് ഇടാം. അവനവന്റെ ഇഷ്ടത്തിന് മാർക്ക് ഇടാം. ഞാൻ 3 സെക്ഷനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പം നിങ്ങൾക്ക് എല്ലാത്തിനെയും 1-ൽ എത്രയാണെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അതിന് മാർക്ക് ഇടാം. അപ്പൊ 3 മാർക്ക് അത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ വാക്കർത്ഥവും റൂട്ട് ലെറ്റേഴ്സും ഒന്നെങ്കിൽ 7 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പഠിച്ചോ, അല്ലെങ്കിൽ ഫ്ലാഷ് കാർഡിലൂടെ സ്റ്റഡി നടത്തിയോ. കാരണം നന്നായി അറിയുന്നവർക്ക് ഫ്ലാഷ് കാർഡ് സ്റ്റഡിയിൽ ഒറ്റ റൗണ്ട് അടിച്ചാൽ തന്നെ മതിയാവും. അല്ലാത്തവർക്ക് അത് റിപ്പീറ്റ് ചെയ്യുന്നതായിരിക്കും നന്നാവുക. ഇനി ഫ്ലാഷ് കാർഡ് തന്നെ റിപ്പീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഓക്കെ, അതെങ്ങനെയാന്നൊക്കെ നമുക്ക് പഠിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പം അത് ചെയ്തെങ്കിൽ 1 മാർക്ക്. അത് ചെയ്യൽ നിർബന്ധമാണ്, അതുകൊണ്ടാണ് അതിന് മാർക്ക് ഉള്ളത്. അതേപോലെ പാരായണം ശ്രദ്ധിച്ച് കേൾക്കൽ, അതായത് ഖിറാഅത്ത് വെറുതെ കേട്ടുവിടലല്ല, ശ്രദ്ധിച്ച് കേൾക്കൽ ഏറ്റവും മിനിമം 25 പ്രാവശ്യം, അതിന് 1 മാർക്ക്. അങ്ങനെ 5 മാർക്ക് എക്സ്ട്രാ, ഒരു എക്സ്ട്രാ സെക്ഷൻ. തദബ്ബുർ സെക്ഷന് പകരം ഈ സെക്ഷൻ. ഇപ്പൊ 15ഉം 5ഉം 20 മാർക്ക്. ഇപ്പം നമ്മൾ റിഫ്ലക്ഷൻ കമ്പൽസറി ആക്കുന്നില്ല. അതായത് നിങ്ങൾ എല്ലാവരും റിഫ്ലക്ഷൻ എഴുതിയോ അല്ലെങ്കിൽ പറഞ്ഞോ, ആ റിഫ്ലക്ഷൻ ലിങ്ക് ഉണ്ടല്ലോ, അത് നമ്മളിപ്പോ കമ്പൽസറി ആക്കുന്നില്ല. പക്ഷെ പോകെ നമ്മൾ അതും കമ്പൽസറി ആക്കും. അപ്പോഴേ നിങ്ങൾക്ക് അതിലേക്ക് എത്താൻ പറ്റുള്ളൂ അല്ലെ. നമുക്ക് ഈ പറഞ്ഞ അനുഭൂതികൾ അല്ലെ, സ്വർഗം ഭൂമിയിൽ തന്നെ അനുഭവിച്ചാലേ നമുക്ക് പരലോകത്തെ സ്വർഗത്തിൽ പ്രതീക്ഷയുള്ളൂ. ഖുർആനിലൂടെ അള്ളാഹുവിന്റെ അടുത്ത് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റണം. നമുക്ക് പറ്റുന്നില്ലെങ്കിൽ അതിന് എന്തൊക്കെയാണ് തടസ്സങ്ങൾ എന്ന് മനസ്സിലാക്കി അതിനൊക്കെ നമുക്ക് തിരുത്താൻ പറ്റണം. എങ്കിലേ നമുക്ക് മാറ്റം ഉണ്ടാവുള്ളൂ. അതിന് നമ്മൾ ശ്രമിച്ചു തുടങ്ങണം. അവരുടെ ഖിറാഅത്ത് പോലെ ലൈക്ക് റമദാനിൽ ഒരു ദിവസം 4 ഖിറാഅത്ത് ചെയ്ത ആളുകളാണ് അവരിലെ. അവരുടെ ഖിറാഅത്തിനും ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഉണ്ടായിരുന്നു. നമ്മുടെ ഖിറാഅത്തിനും ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും വേണം. അവരുടെ രാത്രി നമസ്കാരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആലയുമായിട്ടുള്ള അതിഭയങ്കരമായ ബന്ധമാണ്. നമുക്കും അത് വേണം. അതിന് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ വളരെ കുറച്ച് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. നമുക്ക് മെല്ലെ ബിൽഡപ്പ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പം ഇപ്പൊ നമ്മൾ തൽക്കാലം ഈ ന്യൂ മോഡിലും റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവത്തിന് നമ്മൾ കമ്പൽസറി ആക്കുന്നു, അതിന് ചോദ്യം ചോദിക്കുന്നു, ചെയ്തോന്ന് ചോദിക്കുന്നു ഒന്നുമില്ല. തൽക്കാലം നമുക്ക് മുഹാസബ, വേർഡ് അനാലിസിസും ഖിറാഅത്തും മാത്രം നമ്മൾ എടുക്കുന്നുള്ളൂ. ബാക്കി നമ്മളുടെ നോർമൽ തഫ്സീറിന്റെയും ഇതിന്റെയും വേർഡിന്റെയും ക്വസ്റ്റ്യൻസ് മാത്രം. അങ്ങനെയായിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പം ഭയങ്കര വലിയ മാറ്റമൊന്നും ഇല്ല. നമ്മൾ മനസ്സുകൊണ്ട് തയ്യാറാവേണ്ട കാര്യമേ ഉള്ളൂ ഇൻഷാ അല്ലാഹ്. കുറച്ചും കൂടെ ഒരു ഈസി ആയിട്ടാണ് ഷെഡ്യൂളൊക്കെ ഇട്ടിട്ടുള്ളത്. അള്ളാഹു എനിക്കും നിങ്ങൾക്കും അതുപോലെ അതിനുവേണ്ടി നമ്മളെ സഹായിക്കുന്ന എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് തരട്ടെ. ഇത് എളുപ്പമാക്കാനും ഇതെടുത്ത് മുന്നോട്ട് പോകാനും അങ്ങനെ അടുത്ത റമദാനിൽ ശരിക്കുമുള്ള ഒരു മാറ്റം നമുക്കൊക്കെ ഉണ്ടാവട്ടെ. ആമീൻ. ആ ഒരു കൺസിസ്റ്റൻസിയും ഒക്കെ നമ്മളിലൊക്കെ ഉണ്ടാവട്ടെ. എന്നിട്ട് ശേഷം നമുക്ക് വീണ്ടും വിലയിരുത്തണം അല്ലെ. അപ്പം അതിനടുത്ത ലെവലിലേക്ക് നമുക്ക് മാറാനുണ്ടാവും. അപ്പോഴേ അതെന്താന്ന് അള്ളാഹു നമുക്ക് അറിയിച്ചു തരുള്ളൂ. അതുവരെ നമുക്ക് അത് തിരിയൂല. കാരണം നമ്മൾ ലൈക്ക് നമ്മളെ ദീനിലെ അറിവും അമലും ഒക്കെ ഒരു
ട്രഷർ ഹണ്ട് പോലെയാണ്. ഓരോ ലെവൽ നമ്മൾ അൺലോക്ക് ചെയ്യുമ്പോഴേ നമുക്ക് അടുത്ത ലെവലിലേക്കുള്ള വിവരം നമ്മളിലേക്ക് എത്തുള്ളൂ. സുബ്ഹാനല്ലാഹ്, അള്ളാഹു നമ്മളെ അറിയിച്ചു തരുള്ളൂ അല്ലെ. വത്തഖുല്ലാഹ് വയുഅല്ലിമുക്കുമുല്ലാഹ്. അള്ളാഹുവിനെ നമ്മൾ അറിഞ്ഞ അറിവ് വെച്ച് സൂക്ഷിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കേണ്ടത് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല തരത്തിൽ ഏറ്റവും ഹൈറായ രീതിയിൽ ഏറ്റവും നല്ല ലെവലിൽ തഖ്വ കാണിച്ച് അതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നതെല്ലാം പഠിച്ച് അള്ളാഹുവിന് ഏറ്റവും തൃപ്തിയുള്ള അള്ളാഹുന്റെ റിള നേടിയ അതിന്റെ സൈഡിൽ കൂടെ നമ്മൾ ഇതൊക്കെ കൊണ്ടുപോട്ടോ ഇൻഷാ അല്ലാഹ്. അസ്മാൽ ഹുസ്നയും ചെറിയ തോതിൽ ഭയങ്കര ഫാസ്റ്റ് അല്ലെങ്കിൽ അസ്മാൽ ഹുസ്ന ഉണ്ടാവും, റിള സീരീസ് ഉണ്ടാവും. അതൊക്കെ നമ്മൾ സൈഡിൽ കൂടെ മെല്ലെ മെല്ലെ കൊണ്ടുപോകും. അപ്പൊ അതൊക്കെ നമ്മളെ ഈ ഒരു യാത്രയിൽ സഹായിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ സഹായിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും അതിനെടുക്കേണ്ട രീതിയിൽ എടുത്ത് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ട രീതിയിൽ മാറ്റങ്ങൾ വരുത്തി ആ മാറ്റങ്ങൾ വിലയിരുത്തി അത് അനുഭവിച്ച് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്ത് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് ഉണ്ടാകട്ടെ. ഇതിന്റെയൊക്കെ കൂടെ നമ്മുടെ ഒരു ഫീൽഡ് ദാവ, ഇപ്പം റുക്സാന പറഞ്ഞു വെച്ച ഒരു ദാവ സംഭവം ഉണ്ട്, നമ്മളെല്ലാവരും ഇറങ്ങേണ്ട. അതൊക്കെ നമുക്ക് പിന്നീട് പല സെഷനുകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. പല നാടുകളിലായിട്ട് നമുക്ക് ചെയ്യേണ്ടതുണ്ട്, നമ്മുടെ അടുത്ത ജനറേഷനെ നമുക്ക് പിടിക്കേണ്ടതുണ്ട് ഇൻഷാ അല്ലാഹ്. അതൊക്കെ നമുക്ക് മെല്ലെ മെല്ലെ പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഇപ്പം ഇത്രയും നിങ്ങൾ മനസ്സിലാക്കുക. വലിയ ചേഞ്ച് അല്ല, ചെറിയ മാനസികമായിട്ട് തയ്യാറെടുക്കുക. ഓഫ് കോഴ്സ് നിങ്ങളുടെ സജഷനും ഒപ്പീനിയനും ഒക്കെ ഓപ്പൺ ആണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും, ദുഹാ ഒക്കെ മിസ്സാവും എല്ലാവർക്കും. വേണമെങ്കിൽ കുറച്ച് നേരം ഇരിക്കാം, അത് കഴിഞ്ഞിട്ട് മെയിൻ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയാം. പിന്നെ ഈ പുതിയ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട പുതിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് ഇത് തുടങ്ങുന്നതിന് മുമ്പ് സ്ക്രീൻ റെക്കോർഡിംഗ് ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യും ഇൻഷാ അല്ലാഹ്. അപ്പം അത്രയും പറഞ്ഞ് നിർത്താണ്. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.